അച്ചോ, നമ്മുടെ ഇടവകളിൽ വിശുദ്ധരുണ്ടാകുന്ന വെച്ചാൽ അത് ഇടവകൾക്ക് മാത്രമല്ല, ഈ നാട്ടുകാർക്ക് സമുദായത്തിനും ഒരു അഭിമാനമാണ്. ഇവിടെ നടന്ന ഈ അത്ഭുതം നമ്മളെല്ലാം നേരിട്ട് കണ്ടതില്ലയോ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ നിയമവശാലേ ഒരാളെ വിശുദ്ധനാക്കുന്നതിൽ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും നിയമവശങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതെനിക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അച്ചോ, സംസാരശേഷിയിലായിരുന്നു എന്നെ വിശ്വാസിയാക്കി പറ്റിയത് സെബാനോസ് അടച്ചു. അങ്ങനെയുള്ള സെബാനോസിനെ വിശുദ്ധനാക്കാനുള്ള നിയമ നടപടിക്ക് ഏതറ്റം വരെ പോകാനും ഏത് നിവേദനത്തിൽ ഒപ്പിടാനും ഞാനും എൻ്റെ നാട്ടുകാർ തയ്യാറണച്ചു. അനുഭവത്തെക്കാളും വേറെ സാക്ഷിയില്ലല്ലോ അച്ചോ. ഹല്ലേലൂയ. അച്ചോ, നിങ്ങളൊരു സുപ്രഭാതത്തിൽ വിശുദ്ധനാക്കുന്ന ആൾക്കാരെ ഞങ്ങളൊക്കെ ആരാധിക്കുന്നില്ലേ? സെബാനോസിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്താണ് ന്യായം. അച്ചോ, അച്ഛനും മാർപ്പാപ്പയും വിശുദ്ധനാക്കിയില്ലെങ്കിലും ഞങ്ങൾ ഈ വിശ്വാസികൾക്കിടയിൽ സബാനോസ് ഇപ്പോൾ വിശുദ്ധനായി അല്ലേ? ഈ ഒരു കാര്യത്തിൽ തിരുമേനിയോ മെത്രാനെയോ മാർപ്പാപ്പനെ വരെ പോയി കാണാൻ അച്ഛൻ തയ്യാറാണ് അല്ലേ? അതുകൊണ്ട് വിശുദ്ധരെയും മക്കളെയും ഞങ്ങൾ ഇങ്ങ് എടുക്കുക. സന്തോഷായില്ലേ? വിശുദ്ധനാക്കപ്പെട്ട വിശുദ്ധ സബാനോസിന്റെ തിരുരൂപം നാടിന് സമർപ്പിച്ച സോളമന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ തിരുസ്വരൂപം നാടിന് സമർപ്പിക്കുകയാണ്. സോളമൻ തന്നെ ചെയ്തോളൂ. എന്തൊരു ഗാംഭീര്യം! എന്നൊന്ന് പ്രത്യേകം പരിഗണിച്ചേക്കണേ. വിശുദ്ധ സബാനോസേ, അപ്പന്റെ ബോഡി കിട്ടിയെന്ന് തോന്നുന്നു. അപ്പന്റെ ബോഡിയാ?
നിന്നേ. നിങ്ങൾ ആ വിശുദ്ധ സെബാനസിന്റെ മക്കളല്ലേ? ഞാൻ നിങ്ങളൊന്ന് കാണാതിരിക്കുക. എന്തിനാ സാറേ? ഇത് അവനോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം. ഞങ്ങള് പൊക്കോട്ടെങ്കിൽ പോയിക്കോ. ആ നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. പേടിക്കണം. അപ്പൻ്റെ ബോഡി കൈ കിട്ടുന്നവരെ പേടിക്കണം. നമ്മളീ കണ്ട നാട്ടുകാരാണ് പൊട്ടന്മാരായിക്കൊണ്ടിരിക്കണം. പേടിക്കണം. സത്യത്തില് ശരിക്കും അപ്പൻ ഉയർത്തെഴുന്നേറ്റാണോ? നിനക്ക് എന്തിന്റെ ഭ്രാന്താടാ? എന്റെ സംശയം ആ ജോണി ആയിരിക്കും എന്നാണ്. അയാളായിരിക്കും അതെടുത്തേക്കണം. എവിടെയാണോ ഞങ്ങളുടെ അപ്പന്റെ ബോഡി? തന്നോടെ വെച്ച് അത് തന്നെയാടാ എനിക്കും അറിയേണ്ടത്. എവിടാ നിന്റെ അപ്പന്റെ ബോഡി? അപ്പൊ താനല്ലേ ഞങ്ങളുടെ അപ്പന്റെ ബോഡി എടുത്ത്? എടാ ചെറുക്ക, നീ നിന്റെ അപ്പന്റെ ബോഡി കൊണ്ട് പൂഴ്ത്തി വെച്ചിട്ട് ജോണിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നോടാ. ചേട്ടാ, സത്യമായിട്ടും ഞങ്ങൾ ചേട്ടനെ ഇടാനായിട്ട് അപ്പനെ കുഴിയിൽ നിന്ന് എടുത്തതാ. പക്ഷെ പിന്നെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ചേട്ടൻ... നീയൊക്കെ കളിച്ച ഗെയിമില് ജോണിക്ക് ഒരു ചെറിയ നഷ്ടം വന്നിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ. അത് മര്യാദയ്ക്ക് തന്നിട്ട് മക്കളോടൊന്ന് സ്കൂട്ടാവാൻ നോക്കും കേട്ടോ. ഇതിന്റെ പേരിൽ നീയൊക്കെ ഷോ കാണിക്കാൻ വന്ന വിശുദ്ധനും നാറും, വിശുദ്ധന്റെ മക്കളും നാറും. പൈസ ആയിട്ട് വിളിക്ക പോട്ടെ. അതെ, വിശുദ്ധ സെബാനോസിനോടെ എനിക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. അച്ഛൻ നമ്മളിനി എന്ത് ചെയ്യും? നമ്മളോ? നിങ്ങൾ എന്നോട് അനുവാദം ചോദിച്ചോണ്ടോ നിങ്ങൾ അപ്പന്റെ കുഴി മാന്തിയതും ബോഡി കൊണ്ട് വെച്ചതും മറ്റേ അതൊക്കെ ചെയ്തതും ഒക്കെ? ഈ അച്ഛൻ ഇങ്ങനെ കൈയൊഴിയല്ലേ? അച്ഛനും കൂടി പെടുന്ന കേസാണ്. അച്ഛൻ ഞങ്ങൾ എങ്ങനെയാണ് സഹായിക്കണം? എടാ, ഞാൻ എങ്ങനെ സഹായിക്കാനാ? പണ്ട് പള്ളിപ്പറമ്പിൽ നിന്ന് കിട്ടിയ ആദായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒച്ച അനക്കൊക്കെ ആയിപ്പോ നാട്ടുകാരും കമ്മിറ്റിക്കാരും ഒക്കെ ആയി. എന്നാലും ഞാൻ ആലോചിക്കുക, ഈ ജോണി എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അപ്പന്റെ ബോഡി അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് അറിയില്ലച്ചോ. അച്ഛനത് വിട്. ആ ജോണിക്ക് കൊടുക്കേണ്ട കാശിനെ പറ്റി ഒരു മാർഗം പറ. ഒന്ന് പോയടാ. കുഴി മാന്തി അപ്പനെ എടുത്തിട്ട് ഉള്ള വള്ളി കോന വെച്ച് പിടിച്ചിട്ട് എന്റെ നെഞ്ചത്തോടെ കയറിക്കും. ഓഹോ, ഞങ്ങളുടെ അപ്പൻ ഉയർത്തെഴുന്നേപ്പിച്ചതേ അച്ഛനാണ്. അതിന് ഞാൻ ഖേദിക്കുന്നു. നൈസായിട്ട് ഊരാളേ. ഞാനൊരു വൈദികനായി പോയില്ലേ? ശരിയാക്കി തരാം. ശരിയാക്കി തരാം. ശരിയെന്നാ. എന്റെ വിശുദ്ധ സെബാനോസേ, എന്നെ കാത്തോളണേ. ഞാൻ എന്തിനാ കോപ്പനെയൊക്കെ പ്രാർത്ഥിക്കുന്നു? എന്റെ കർത്താവേ, എന്നെ കാത്തോളണേ. എന്ത് ശക്തിയാ നിങ്ങളുടെ അപ്പന്! എന്തൊക്കെ അത്ഭുതങ്ങളാ കേക്കുന്നേ. മിണ്ടാത്തവർ മിണ്ടുന്നു, ഓടാത്തവർ ഓടുന്നു, പരീക്ഷ എഴുതാത്തവർ പാസ്സാവുന്നു. എന്നാലും ഇത്ര നാള് വിശുദ്ധന്റെ മക്കളുടെ കൂടെ നിന്നാണ് വെള്ളം അടിച്ചെന്ന് ആലോചിക്കുമ്പോഴാണ് നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. എടാ, നിങ്ങളുടെ ഒക്കെ അപ്പം വിശുദ്ധനാടാ, വിശുദ്ധൻ. എനിക്കുണ്ടായിരുന്ന ഒരു അപ്പൻ വിരുദ്ധനാണ്, സാമൂഹ്യ വിരുദ്ധൻ. ഡയറക്റ്റ് നരകത്തിലോട്ട് പോയിട്ടുണ്ടാവും. അവിടെ കിടന്നിട്ടുണ്ടല്ലോ. വിശുദ്ധന്റെ മക്കൾക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. കണ്ടടാ, പോണ കണ്ട നിന്റെ അപ്പന്റെ ഫാൻസ് ആണ്. സ്വർഗത്തുകാരൻ ഞങ്ങളുടെ മാമ അങ്കിളെ, സോറി പുണ്യാള, ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തരണേ. ഒരു തടസ്സം ഉണ്ടാക്കല്ലേ. അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിൽ ജീവിക്കണേ. അനുഗ്രഹിക്കണേ. ഇവരെന്താണ് ഇവിടെ? പ്രശ്നം ഉണ്ടാക്കാനാണ്. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? വാ മക്കളെ, വാ വാ, മാമന്റെ മക്കളെ വാ.
ഞങ്ങൾ എത്ര തവണ വിളിച്ചു. ഒന്ന് മാറി നിന്നാട്ടെ, മക്കള് മറിഞ്ഞോട്ട് കേറട്ടെ. അതെങ്ങനെയാണ്? ഇവളുമാർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടോ? വെട്ടം വീണപ്പോ മുതൽ ചേട്ടന്മാരെ കാണണമെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കോ? പിന്നെ കയറ് പൊട്ടിക്ക ഇവളുമാര് പോത്തോ കാളവല്ലാണ് അല്ലേ മക്കളെ? പിന്നൊരു കാര്യം, ഇനി ഇങ്ങനെ കളിച്ചു കിടന്നാ പറ്റിയല്ല. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറയാ, ഇനി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നാ പറ്റിയല്ല. കുറച്ചുകൂടെയൊക്കെ ഉത്തരവാദിത്വം വേണം. രണ്ടിനെയും പിടിച്ച് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവുക. ഇനി കളിച്ചോണ്ട് നടന്നോണ്ടല്ലോ അടിക്കും ഞാൻ. ഒന്നും പറയണ്ട, സഭാനോസന്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ജാതി മതമൊന്നും ഒരു പ്രശ്നം. ചേട്ടന് നിങ്ങളുടെ അപ്പന്റെ ദർശനം കിട്ടി. ചേട്ടനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇവളുമാരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനാ പറഞ്ഞ്. ഒരുപാട് കരഞ്ഞു പാവം. മക്കളന്മാരെ മാമനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. കാമുകിമാരൊക്കെ വന്ന് സന്തോഷിക്കണ്ട ഈ സമയത്ത് ഇവന്മാരെന്താണ് അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? ഞാൻ രാവിലെ മുതലേ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പം മരിക്കണതിന് മുമ്പ് ഒരാളുടെ 2 ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ട്. ഇപ്പം അതൊക്കെ കാശിന് അത്യാവശ്യമുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാടാ അപ്പനെ ഈ കടമൊക്കെ വാങ്ങിച്ച്. ഇങ്ങോട്ടാണല്ലോ. ഇതാരാ? മക്കളെ, ഞാൻ ഈരാറ്റുപേട്ടെന്ന് വരിക. അപ്പച്ചൻ്റെ വലിയ വിശ്വാസിയാണ്. അസാധ്യമായ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ മധ്യസ്ഥതയിൽ സാധിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇളയമോൻ ജോസൂട്ടി ഏണിന്ന് വീണ് ഒറ്റക്കിടപ്പാ മക്കളെ. സേവാനോസ് കിടന്ന കട്ടില് ഒന്ന് കാണിച്ചു തരും. എനിക്ക് മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിക്കാനും. കട്ടില് സ്വന്തം വീട് പോലെ കരുതിയാ മതി. വലത് കാലം വെച്ച് ചെല്ലടാ. ഇതാണ് ആ കട്ടില്. എന്തിനാ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സേവാനോസെ എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങ് നിറവേറ്റി തന്നിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയ മകൻ ജോസൂട്ടിയുടെ രോഗാവസ്ഥയിൽ അങ്ങ് തുണയായിരിക്കണമേ. ബലഹീനനായ അവൻ എഴുന്നേറ്റ് നടക്കാൻ ഞാൻ മുഖാന്തരമുള്ള പ്രാർത്ഥന വഴി സാധിച്ചു തരണേ. അടിയന്റെ ഇല്ലായ്മയിൽ നിന്ന് അടിയൻ അർപ്പിക്കുന്ന ഈ കാണിക്ക അങ്ങ് സ്വീകരിക്കണമേ. മക്കളെ, നിങ്ങളുടെ അപ്പച്ചൻ കിടന്ന കട്ടിലും ആ കസേരയും ആ പുണ്യപാദ സ്പർശനമേറ്റ മണ്ണും നിങ്ങളും ഒരുപോലെ പരിശുദ്ധരാണ്. മക്കളെ, അമ്മച്ചിക്ക് വേണ്ടി നിങ്ങളുടെ അപ്പച്ചനോട് അപേക്ഷിക്കണം. ചേട്ടൻ ചോദിച്ച പൈസ മൊത്തം ഉണ്ട്. ഒരുപാട് നീറി ഉണ്ടാക്കിയ പൈസയാണ്. ദയവേത് ഇനി ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? ഞങ്ങളുടെ അപ്പൻ്റെ ബോഡി നിങ്ങൾ തന്നെ അല്ല എടുത്ത്? അല്ലടാ, അല്ല, എൻ്റെ മക്കളാണ് സത്യം. ഞാനല്ല എടുത്തത്. ആ അതെ, നിങ്ങളുടെ അപ്പനിനി ശരിക്കും വിശുദ്ധനാണോ?
ഏ അത് നിങ്ങളുടെ അപ്പനോട് തന്നെ ചോദിക്കും. അപ്പാ ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടണല്ലോ. ഏതാ ശരി ഏതാ തെറ്റ് ഒന്നും മനസ്സിലാവണില്ല. ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് ചാവുകയാണ്. ഞങ്ങള് തെറ്റായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പ. അപ്പന്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് മാത്രമേ ഞങ്ങൾക്കുണ്ടായുള്ളൂ. എല്ലാം മുകളിൽ നിന്ന് ഒരാളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നന്മയുള്ളവർ. നിങ്ങൾ എന്നെ സത്യം തുറന്നു പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. സ്വന്തം കഴിവുകൊണ്ട് നേടിയതെന്തും സെബാനോസിന്റെ അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്ന ഈ നാട്ടിലെ മണ്ടന്മാർക്ക് നിങ്ങളുടെ അപ്പന്റെ ബോഡി കിട്ടിയാൽ തന്നെ അതും സെബാനോസിന്റെ മറ്റൊരു അത്ഭുതമായിട്ടും കണ്ടോളൂ. അതുകൊണ്ട് ഭയപ്പെടണ്ട മക്കളെ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാനോ ദുഃഖത്തെ ഓർത്ത് നഷ്ടപ്പെടുത്താനോ ഉള്ളതല്ല ജീവിതം. നിങ്ങൾ അപ്പം പറഞ്ഞോല്ലേ, ജീവിതം അങ്ങ് ആഘോഷിച്ചൊക്കെ തീർക്കണം. നിങ്ങൾ പോയി ജീവിക്കണം. ഞാനുണ്ട് കൂടെ.